ഒരു കുട്ടി ഗർഭത്തിൽ കിടക്കുന്ന കാലം നീണ്ടു കിടന്നാൽ 4 വയസ്സ് വരെ കിടക്കാം എന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ആധുനിക ശാസ്ത്രമോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമോ എതിർക്കേണ്ട കാര്യമില്ല. കാരണം കുഞ്ഞ് രൂപപ്പെടുന്ന ഘട്ടങ്ങളോ രക്തവുമായി ബന്ധപ്പെട്ട് ആ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടുമായി മാംസപിണ്ഡമാകുന്ന കാര്യവും ഇതൊക്കെയാണ് ഖുർആൻ പറയുന്നത്. അതൊക്കെ ആയിക്കഴിഞ്ഞ ശേഷമുള്ള ആ ഗർഭസ്ഥ ശിശു എത്ര കാലം വരെ വയറ്റിൽ കിടക്കും എന്ന കാര്യം ഖുർആൻ സംസാരിക്കുന്നില്ല, ഹദീസും സംസാരിക്കുന്നില്ല. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ആ കാര്യം മറ്റു പ്രമാണങ്ങളെ അധികരിച്ചുകൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടുമാണ് നമ്മുടെ ഇമാമുകൾ സ്ഥാപിക്കുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ കൂട്ടത്തിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ അവറുകൾ 4 കൊല്ലം വരെ നീണ്ടു നിൽക്കും ഒരു കുട്ടി പരമാവധി ഗർഭത്തിൽ. 4 കൊല്ലം കഴിഞ്ഞാൽ ആ ആളുടെ കുട്ടിയല്ല എന്ന് തീരുമാനിക്കും. അപ്പൊ ഇടക്കാലത്തുണ്ടായ ഗർഭമാണ് തീരുമാനിക്കും. അതായത് ഒരു പെണ്ണിനെ ഭർത്താവ് സംഭോഗം ചെയ്ത് ആ ഭർത്താവിന്റെ സംഭോഗത്തെ തുടർന്നുണ്ടാകുന്ന ഗർഭം 4 വർഷം വരെ നീണ്ടു നിൽക്കാം. മാത്രമല്ല അയാളുടെ ഗർഭമായി കൂട്ടണമെങ്കിൽ നന്ന ചുരുങ്ങിയ സമയവുമുണ്ട്. അഖല്ലുൽ ഹംല് അക്സറുൽ ഹംല്, ഗർഭാവസ്ഥയുടെ ഏറ്റവും ചുരുങ്ങിയ കാലയളവ്, ഏറ്റവും കൂടിയ കാലയളവ്. എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള, എല്ലാറ്റിൻ്റെയും നിയമവശങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രം, ആ കർമ്മശാസ്ത്രത്തിന്റെ ഗവേഷകന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യവും ഒഴിച്ചിട്ടില്ല. ഗർഭത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന ഏറ്റവും ചുരുങ്ങിയ കാലം 6 മാസം വേണം പൂർണ്ണമായും. അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെട്ട് 6 മാസത്തിന്റെ മുൻപ് ആ പെണ്ണ് പ്രസവിച്ചാൽ ഇയാളുടെ കുട്ടിയെല്ലാം തീരുമാനിക്കും. കാരണം അയാളുടെ ഗർഭത്തിന്റെ കുറഞ്ഞ കാലം കടന്നിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാലപ്പോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൂടിയതിന്റെ ശേഷം 5 മാസം കഴിഞ്ഞ പോത്തിന് പ്രസവിച്ചു, അല്ലെങ്കിൽ 6 മാസം തികയുന്നതിന്റെ ഒരു ദിവസം മുമ്പ് പ്രസവിച്ചു. 6 മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ചാൽ ആ കുട്ടി ഈ ഭർത്താവിൻ്റെതല്ല, മുമ്പുള്ള ഗർഭമാണ് തീരുമാനിക്കും. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? കുട്ടിക്ക് ആരാണ് ബാപ്പ, കുട്ടിയുടെ നെസബ് ഏതാണ്, തറവാട് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ സമ്പൂർണമായ ശരീഅത്തിൽ തീരുമാനിക്കപ്പെടണം. ഇത് വെച്ചുകൊണ്ട് 6 മാസമാണ് ചുരുങ്ങിയ കാലയളവ് എന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നതാണ്. എങ്ങനെയാണ് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുക? നല്ല ഉറപ്പുള്ള രീതിയിൽ 4 മാസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് രൂപപ്പെട്ട് ആത്മാവ് ബന്ധപ്പെടും, ജീവനുണ്ടാവും. പിന്നെ ഒരു 2 മാസം വരെയൊക്കെ കിടക്കാനുള്ള കപ്പാസിറ്റി അവിടെ വേണം. ആ രീതിയിലാണ് കുട്ടിയുടെ സംവിധാനം. അങ്ങനെയാണ് ലോകത്ത് പ്രസവിച്ചിട്ടുള്ളതിൽ ഏറ്റവും അടുത്ത് ഒരാളുടെ ഗർഭം എന്ന് ഉറപ്പുള്ളത് ശരിക്കും പ്രസവിച്ചതുള്ളൂ. ഇത് വെച്ചിട്ടാണ് 6 മാസം വേണം പൂർണ്ണമായും അഖല്ലുൽ ഹംല്, ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം എന്ന് നിർണയിക്കുന്നത്. അതേപോലെ തന്നെ അക്സറുൽ ഹംല്, ഒരു ഗർഭത്തിൽ കിടക്കുന്ന ഏറ്റവും കൂടിയ കാലം ഏതാണ് നോക്കുന്നത് എങ്ങനെയാണ്? ഖുർആനിലെ ആയത്തില്ല, ഹദീസിലുമില്ല. ഖുർആനിന് വിരുദ്ധാണ് എന്നൊക്കെ വെറുതെ കേട്ട് പറയാം. ഞാൻ ഈ പറഞ്ഞ ആയത്ത് തന്നെ ഖുർആനിലുള്ളൂ. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, ഗർഭത്തിൽ കിടക്കുന്നതും കുട്ടി മടുപിടിച്ച് വിരമിക്കാതെ മാതാവിനെ ആശ്രയിച്ച് കഴിയുന്നതും 30 മാസമാണ്. അത് ഏറെക്കുറെ നടപ്പ് പറയണ്ട, നടപ്പ് അങ്ങനെയാണ്. അതായത് 2 കൊല്ലം തേച്ചു മര കുടിക്കുന്നില്ലെങ്കിൽ ഒരു 10 മാസം കിടക്കുന്നുണ്ടെങ്കിൽ 10 മാസം കഴിഞ്ഞ് ഏതാണ്ട് 2 കൊല്ലാകാൻ 30 മാസമാകാൻ എത്രയേ വേണ്ടു? അത്രയും കാലം ഈ മാതാവിനെ ആശ്രയിച്ചുകൊണ്ട് കുട്ടി കഴിയുന്നതാണ് സാധാരണ നടപ്പ്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നു ഫിസാലുഹു ഫി യാമൈനി, മുല കുടിച്ചുകൊണ്ട് കുട്ടി ആ മാതാവിന്റെ ആശ്രയത്വത്തിൽ നിന്ന് മാറുന്നത് 2 കൊല്ലം കഴിഞ്ഞാണ്. അപ്പൊ ഇതൊക്കെ നടപ്പ് പറയണം. 2 കൊല്ലം കഴിഞ്ഞിട്ട് 4 കൊല്ലം വരെ മുല കൊടുക്കുന്ന കുട്ടികളില്ലേ? ശേഷം കുട്ടികളൊന്നും ഇല്ലാന്ന് വെച്ചാല് അപ്പൊ ഏതെങ്കിലും കുട്ടികൾ മുലൊടിച്ചുകൊണ്ട് കഴിയുകയാണെങ്കിൽ അത് ഖുർആനെതിരാന്നറിയോ? ഖുർആൻ ഫിസാലുഹു ഫി യാമൈനി, കുട്ടി മുല കുടിക്കുന്നത് 2 കൊല്ലം കൊണ്ട് ആ പിരിയ. അതുകൊണ്ട് 4 കൊല്ലം മുല കുടിച്ചാ ആ കുട്ടിമാന്റെ മുല കുടിച്ചിട്ടില്ല, ഖുർആനെതിരാണെന്ന് എന്ന് പറഞ്ഞ ആരെങ്കിലും തള്ളുവോ? അപ്പൊ അനുഭവത്തെ തള്ളാന്ന് വൃത്തിയില്ല. 4 കൊല്ലം മുല കുടിച്ചാലും 10 കൊല്ലം മുല കുടിച്ചാലും മുല കുടിച്ച് തന്നെ. പക്ഷെ മുലകുടിയായിട്ട് കൂട്ടണമെങ്കിൽ ഈ മുലകുടി കൊണ്ട് പോഷകാഹാരം കിട്ടുന്ന വിധത്തിൽ വേണ്ടേ ചെറിയ കുട്ടിയാവണം. നന്ന ചെറിയ കുട്ടിയാകുമ്പോൾ വേറെ ആഹാരങ്ങളും ഖരപദാർത്ഥങ്ങളും കഴിക്കാത്ത കാലത്താണ് മുല കൂട്ടുക.
എന്നാലും ചില കുട്ടികൾ 3 വയസ്സ് വരെ 4 വയസ്സ് വരെ ഒക്കെ ഒരു ഉൾക്കുന്ന കുട്ടികളുണ്ട് ഭക്ഷണത്തോടൊപ്പം. അപ്പൊ ഫീ ആമേനി എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് 2 കൊല്ലത്തിലപ്പുറം മുല കിട്ടുന്നു എന്ന് പറഞ്ഞ് ഖുർആനെതിരാണ് എന്ന് പറയാൻ പറ്റാത്തതുപോലെ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കാലവും 4 കൊല്ലം വരെ കടന്നിട്ടുണ്ടെങ്കിൽ ആ കടന്നിട്ടുള്ളത് ഒരിക്കലും ഖുർആനെതിരാന്ന് പറയാൻ വയ്യല്ലോ. സംഭവല്ലേ, നടന്ന സംഭവല്ലേ. ഈ സംഭവങ്ങൾ വെച്ചാണ് നമ്മുടെ ഫുഖഹാ ഈ കാര്യം വിധി എഴുതിയത്. 2 കൊല്ലം വരെ കടന്നിട്ടുള്ള അനേകം ആളുകളുടെ ചരിത്രം അവർ പ്രമാണത്തിൽ നോക്കിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന ഒരഭിപ്രായമുണ്ട്, 2 കൊല്ലം വരെയാണ് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുക, നന്ന കവിഞ്ഞാൽ 2 കൊല്ലത്തിന്റെ അപ്പുറമൊന്നും ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം. ഇത് ആയിഷ ബീവിന്റെ അനുഭവം വെച്ചൊരു അഭിപ്രായമാണ്. ഈ അഭിപ്രായം മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ചു. മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞു കൊടുത്തു, വലീദ് ബിൻ മുസ്ലിം എന്നവർ പറയുന്നുണ്ട്. അവർ വിവരിക്കുകയാണ്, ഞാൻ മാലിക് ബിൻ അനസ് എന്നവരോട് പറഞ്ഞു, ജമീലത്തു ബിന്തു സഅദ് എന്നവർ ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്, ലാ തസീദുൽ മർഅത്തു അല സനതൈനി ഫിൽ ഹംലി, 2 കൊല്ലത്തിലപ്പുറം ഒരു കുട്ടി ഗർഭത്തിൽ കിടക്കൂല, 2 കൊല്ലത്തിലപ്പുറം കിടക്കൂല എന്ന് ആയിഷ ബീവി പറയുന്നു. ഖാല മാലിക്, ഇത് കേട്ട് ഇമാം മാലിക് എന്നവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മൻ യഖൂലു ഹാദാ, ആരാണിത് പറയുന്നത്? ഹാദിഹി ജാറത്തുന ഇംറഅത്തു മുഹമ്മദ് ബിൻ അജ്ലാൻ, എന്റെ അയൽപക്കക്കാരിയായ മുഹമ്മദ് ബിൻ അജ്ലാൻ എന്നവരുടെ കെട്ടിയോള്, തഹ്മിലു 4 സിനീന ഖബ്ല അൻ തലിദ, അവർ പ്രസവിക്കുന്ന കുട്ടികളെയൊക്കെ 4 കൊല്ലം ഗർഭം ചുമന്നിട്ടേ പ്രസവിക്കുന്നു. 4 കൊല്ലം ഗർഭത്തിൽ ചുമന്നിട്ടേ പ്രസവിക്കുന്നുള്ളൂ. അതിന്റെ അയൽവാസിയായ മുഹമ്മദ് ബിൻ അജ്ലാൻ എന്ന് പറയുന്ന ആരുടെ പെണ്ണിന്റെ സാധാരണ സമ്പ്രദായമാണ്. പിന്നെ എങ്ങനെയാണ് 2 കൊല്ലത്തിലപ്പുറം ഗർഭത്തിൽ കിടക്കൂല എന്ന് മറ്റാരോ പറയുന്നത്? കിടക്കുന്ന ഒരു പെണ്ണിന്റെ അരികിലുണ്ടല്ലോ, പരിശുദ്ധയിൽ പരിശുദ്ധയായ ഒരു പെണ്ണ്, പരിശുദ്ധരിൽ പരിശുദ്ധരായ ആണും, വേറെ ഒരു ബന്ധവും അവർക്ക് ഊഹിക്കാൻ പോലും വയ്യ. പക്ഷേ ആ പെണ്ണ് 4 കൊല്ലത്ത് 4 വയസ്സായ തൊള്ളിയിൽ പല്ലൊക്കെ നിറഞ്ഞ കുട്ടീനെ പ്രസവിക്കുന്ന അനുഭവം കണ്ടിട്ടാണ് ഇമാം മാലിക് എന്നവർ പറയുന്നത്, എന്റെ വീടിന്റെ അയൽവശത്ത് ഒരു പെണ്ണ് 4 കൊല്ലം പ്രസവിക്കാതെ, 4 കൊല്ലം ഗർഭം ചുമക്കാതെ ഒരു പ്രസവിക്കുകയേ ഇല്ല എന്ന്. മഹാനായ ഇമാമുൽ ശാഫിഈ തങ്ങളും പറയുന്നു, ബഖിയ മുഹമ്മദ് ബിൻ അജ്ലാൻ, മുഹമ്മദ് ബിൻ അജ്ലാൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ശേഷിച്ചു, ഫീ ബത്നി ഉമ്മിഹി, തന്റെ ഉമ്മാന്റെ ഉദരത്തിൽ 4 സിനീൻ, 4 കൊല്ലം. ആ മുഹമ്മദ് ബിൻ അജ്ലാന്റെ പെണ്ണാണ് ഇമ്രാത്ത്. അപ്പൊ ഇയാളുടെ അതേ ഊഴം അയാളുടെ കുട്ടിയൊക്കെ ഒക്കെ കിട്ടുകയാണ്. 4 ഗർഭപാത്രത്തിൽ 4 കൊല്ലം കിടക്കുന്ന ആ പാരമ്പര്യം അദ്ദേഹത്തിന്റെ മക്കൾക്ക്, അദ്ദേഹത്തിന്റെ ഗർഭിണിയായ പെണ്ണുങ്ങൾ 4 കൊല്ലം ഗർഭം ചുമന്ന് നടക്കുന്ന ഒരു പാരമ്പര്യം വരികയാണ്. ഈ അനുഭവമാണ് ആര് കാണുന്നത്? ഇമാം മാലിക് എന്നവർ കാണുന്നത്. ഇമാം മാലിക്കിനോട് കൂടെ വസിച്ചിട്ടുള്ള ഷാഫി എന്നവരും കാണുന്നത്. ഇതുകൊണ്ടാണ് ഇമാമുന ഷാഫിഈ തങ്ങളും ഇമാം മാലിക് എന്നവരും നിലവിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ അനുഭവം 4 കൊല്ലം വരെ ഒരു റിപ്പോർട്ടേ ഉള്ളൂ. 4 കൊല്ലം വരെ ഒരു പെണ്ണ് ഗർഭത്തിൽ ചുമന്നു, കുഞ്ഞിന് ജന്മം നൽകി. ഇതിന്റെ അപ്പുറം കേട്ടിട്ടില്ല അവർ. അപ്പൊ അവർ പറഞ്ഞു 4 കൊല്ലമാണ് അക്സറുൽ ഹംല് എന്ന്. അങ്ങനെയല്ലേ ബുദ്ധിപരമായി ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്ത കാര്യങ്ങൾ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്യുന്ന ഒരു രീതിയാണ്. നാട്ടു നടപ്പ് നോക്കിയിട്ടാണ്, നാട്ടു നടപ്പിനും എതിരാണ് എന്നാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത്. അവരുടെ തന്നെ ഭാര്യ ഒരു 4 കൊല്ലം ഗർഭത്തിലിരുന്നാൽ എന്തു പറയും അവര്? തീർച്ചയായും പറയും ഇത് വേറെ ആരോ ഇടപാടാക്കിയ. അത്തരം തോന്നിയാസങ്ങൾക്കെതിരിലാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ പറയരുത് എപ്പോഴും. കാരണം പരിശുദ്ധകളായ വനിതകളെ അത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇത്ര നീണ്ടുപോയി ഗർഭം എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവരെ വേശ്യകളാക്കാനോ അവരുടെ ചാരിത്രശുദ്ധിയെ ചോദ്യം ചെയ്യാനോ പാടില്ല എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ നല്ല പതിവ്രതകളാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഒരു ഭർത്താവിന് തന്റെ ഭാര്യ അവൾ എങ്ങനെയും എന്റെ ഗർഭമല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആ കുട്ടി എന്റെ കുട്ടിയല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് സത്യം ചെയ്യാനും ആ സത്യം ചെയ്തിട്ട് തന്റെ കുഞ്ഞല്ല എന്ന് പറയാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നുണ്ട്. അത് ബോധ്യം വേണം. അതിന് ലിആൻ എന്ന് പറയും. ആ അർത്ഥത്തിൽ പറയുന്ന ഒരു രീതി, അത് എന്റെ കുട്ടിയല്ല എന്ന് പറയുന്ന രീതി. എങ്ങനെയും അവൾ ആനുമായി ബന്ധപ്പെട്ട ശേഷം
അവൾ മറ്റാരോ ബന്ധപ്പെട്ടിട്ടുണ്ടായ ഗർഭമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ബോധ്യമില്ലെങ്കിൽ ഒരാൾക്കും അങ്ങനെ പറയാനും പാടില്ല. അതാണ് ഞാൻ പറഞ്ഞ മസാല. അങ്ങനെ ജനിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ ഒരു താബിഈ പ്രമുഖനാണ് ളഹ്ഹാഖ്. ആ ളഹ്ഹാഖ് എന്നവര് ഫഇന്ന ളഹ്ഹാഖ് ബന മുസാഹിം വഹറമ ബന ഹയാൻ ഹമലത്തു ഉമ്മു കുല്ലു വാഹിദിൻ മിൻഹുമാ ബിഹി സനതൈൻ. ഹറമ ബിൻ ഹയ്യാൻ താബിഈങ്ങളിൽ വലിയ അതേപോലെ ഒരു വലിയ താബിഈയാണ് ളഹ്ഹാഖ്. രണ്ട് പ്രസിദ്ധരായ താബിഈ പണ്ഡിതന്മാര് അവരുടെ ഉമ്മമാര് അവരെ 2 കൊല്ലം ഗർഭം ചുമന്നതിന് ശേഷം പ്രസവിച്ചിട്ടുള്ളവരാണ്. അതെങ്ങനെ തിരിയുന്നെന്ന് വെച്ചാല് നമ്മൾ വിചാരിച്ചത് 2 കൊല്ലത്തിന്റെ ഉള്ളിൽ ഗർഭം ഇങ്ങനെ രൂപപ്പെട്ടു വരുള്ളൂ എന്നാ. ഇതാണ് യുക്തിവാദിയോ അല്ലെങ്കിൽ ഭൗതികവാദിയോ തെറ്റിദ്ധരിച്ചത്. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഗർഭം അത്ര കടക്കാം എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മഹാനായ ളഹ്ഹാഖ് എന്നവരെ പ്രസവിച്ചപ്പം പള്ളിയിൽ പല്ല് മുഴുവൻ നല്ലോണ്ടായിരുന്നു എന്നാണ്. 2 വയസ്സായപ്പോ ഒരു കുട്ടിക്ക് നല്ലോണം പല്ലുണ്ടാവുമല്ലോ. അപ്പൊ നല്ലോണം പല്ലുള്ള ഒരു കുട്ടി 2 വയസ്സായിട്ട് പ്രസവിക്കുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ 2 വയസ്സായ ഒരു കുട്ടി പള്ളിനുള്ളിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ലേശം ചുരുങ്ങിയ സമയം ഉറുതായ കുട്ടിയായിരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അല്ലെങ്കിലും നമ്മൾ കാണുമ്പോൾ പ്രസവിക്കപ്പെടുന്ന കുട്ടിക്ക് കിടക്കാൻ മാത്രം തപ്പിയൊക്കെ പള്ളുണ്ടോ? ഏതെങ്കിലും ഒരു മണ്ണിന്റെ പള്ള ഒരിക്കലുമില്ല. ഒരു പെണ്ണിന്റെ പള്ളിയും ചാണോണ്ട് അളന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റർ വെച്ച് അളന്നാലോ നമ്മൾ പ്രസവിക്കണ ഒരു കുട്ടിക്കും കിടക്കാൻ മാത്രം ആ അറ വലിപ്പമില്ല. അപ്പൊ അള്ളാഹുവിന്റെ മഹത്തായ കുതിർത്തു കൊണ്ടാണ് ഉമ്മയുടെ ഹൃദയത്തിൽ കുട്ടി എങ്ങനെയോ ചുരുണ്ടി കിടക്കുന്നത്. കുട്ടിക്ക് അത് കിടക്കാനുള്ള സംവിധാനവും കുട്ടിക്ക് കിടക്കാനുള്ള മെത്തയും കുട്ടിക്ക് കഴിക്കാനുള്ള ആഹാരവും കുട്ടിക്ക് ഉമ്മയിൽ നിന്ന് കിട്ടാനുള്ള അംശങ്ങൾ കിട്ടാനുള്ള വഴിയും കുഴലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്തും കരുണയുമാണ്. ഈ കരുണപ്രകാരം ഒരു 4 വയസ്സ് പ്രായമുള്ള കുട്ടി ഉമ്മയുടെ ഉദരത്തിൽ കടക്കാം. 2 കൊല്ലം അങ്ങനെ കടന്നിട്ടുള്ളവരാണ് ളഹ്ഹാഖ് എന്ന താബിഈയും ഹറമ ബിൻ ഹയ്യാൻ. ഇത് പ്രസിദ്ധരായ മനുഷ്യന്മാരാണ്, ചരിത്ര പ്രസിദ്ധരായ മനുഷ്യന്മാരാണ് ഇവർ. ഹറമ ബിൻ ഹയ്യാന്റെ ഒക്കെ കഥകൾ ഔലിയാക്കന്മാരുടെ കഥകളിലൊക്കെ ധാരാളമുണ്ട്. ആ വലിയ മഹാന്മാര് 2 കൊല്ലം ഗർഭത്തിൽ കിടന്നവരാണ് എന്നുള്ള അനുഭവം വെക്കുമ്പോ 2 കൊല്ലം ഗർഭത്തിൽ കിടക്കുക എന്നുള്ള അനുഭവത്തെ നിഷേധിക്കാൻ കഴിയുമോ? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവരുടെ തെളിവിൽ 4 കൊല്ലം വരെ തന്നെ ഒരു തറവാട്ടിലുള്ള കുട്ടികളും ഒരു തറവാട്ടിലുള്ള പെണ്ണുങ്ങളും ഒക്കെ തന്നെ കിടക്കുന്നു. 4 കൊല്ലം അവർ ഗർഭത്തിൽ കടന്ന ശേഷമേ മക്കളെ പ്രസവിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള കുടുംബത്തെ കാണുകയാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവറുകൾ. അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് 4 കൊല്ലം. അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ 2 കൊല്ലം എന്നാണ്. പക്ഷെ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് ഹംല് 4 കൊല്ലം വരെയുള്ള ഒരുപാട് കഥകളുണ്ട് എന്നാണ്. അപ്പോ ചില തറവാട്ടിൽപ്പെട്ട പെണ്ണുങ്ങളോ ഇപ്പൊ പറഞ്ഞ മുഹമ്മദ് ബിൻ അജ്ലാനിന്റെ ഭാര്യയെ പോലുള്ള അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അജ്ലാൻ എന്നവർ തന്നെ അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിക്കപ്പെട്ടവരാന്ന് ഇമാം മാലിക് എന്നവർ പറയുന്നു. ആ തരത്തിലുള്ള ചില ഗോത്രങ്ങളിൽപ്പെട്ട ചില പെണ്ണുങ്ങൾ 4 കൊല്ലം വരെ അവരുടെ കുഞ്ഞുങ്ങളെ ഗർഭം ചുമന്ന് നിൽക്കുകയും ശേഷം മാത്രം ഗർഭത്തിൽ നിന്ന് പ്രസവിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലം വെക്കരുത്. ഇന്നത്തെ കാലം അങ്ങനെ കുട്ടികൾ കടന്നാൽ കീറിയണ്ട് എടുക്കും. ദിവസം സാധാരണ ഡോക്ടർ നിശ്ചയിച്ചിട്ട് അപ്പുറം തെറ്റിയാൽ തന്നെ കീറും. അങ്ങനെ കീറാതെ അങ്ങനെ കിടക്കുന്നൊരു കാലമല്ലേ ഈ കാലമൊക്കെ. ഇവരീ പറയുന്ന ഇമാം മാലിക് എന്നവരുടെ കാലം, ഇമാം ഷാഫിഈ തങ്ങളുടെ കാലവും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലമൊക്കെ കീറാതെ കിടക്കുന്ന കാലമാണ്. ഗർഭത്തിന്റെ ഉള്ളില് വയറിന്റെ ഉള്ളിൽ ആരും നോക്കാറില്ല, പരിശോധിക്കാറില്ല. സാധാരണ വൈദ്യന്മാർക്ക് നാടി പിടിച്ചോ തപ്പി നോക്കിയിട്ടോ കിട്ടുന്ന വിവരമില്ലാതെ മറ്റൊരു വിവരവുമില്ല. ഗർഭപാത്രത്തിലെ കുട്ടികളെ സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ അടുത്ത കാലത്തല്ലേ തുടങ്ങിയിട്ടുള്ളൂ. അടുത്ത നൂറ്റാണ്ടുകൾക്കിടയിൽ അടുത്ത കാലങ്ങൾക്കിടയിലേ തുടങ്ങിയിട്ടുള്ളൂ. ഈ അടുത്ത നൂറ്റാണ്ടുകൾക്കിടയിൽ തുടങ്ങിയിട്ടുള്ള ഈ സംഭവം വെച്ച് അതിൻ്റെ ഒക്കെ ഒരുപാട് മുമ്പുള്ള അനുഭവങ്ങളെ തള്ളി പറയാമോ? ഇന്ന് നമ്മൾ വേഗം കീറിയെടുക്കുന്നുണ്ട്, സമയം തെറ്റിയിരിക്കുന്നു, അപകടമുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് കരുതിയിട്ട് അപകടമില്ലാതെ ഇങ്ങനെ ധാരാളം കാലം ഗർഭത്തിൽ കിടന്ന് പ്രസവിക്കപ്പെട്ട മക്കളെയും പ്രസവിച്ച ഉമ്മമാരെയും തള്ളി പറയാമോ? അവരൊക്കെ വെറുതെ അനാവശ്യമായി അവരുടെ വാപ്പാക്ക് പറഞ്ഞവരല്ലാന്ന് നമ്മൾ വിധി എഴുതാമോ? അതുപോലെ ഇനിയും നമുക്ക് വിധി എഴുതാൻ നിവൃത്തിയില്ല. കാരണം
ഒരു ഗർഭത്തിൽ കിടക്കാനുള്ള ഒരു നിയമമുണ്ട് നമ്മുടെ ഇമാമുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ചത്. എന്താണ് തെളിവ്? ഞാൻ പറഞ്ഞല്ലോ, ഇമാമുകൾ പറയുന്ന തെളിവ് പ്രകാരം ആയത്ത് ഇതിലില്ല, ഹദീസുമില്ല, അനുഭവത്തിന്റെ റിപ്പോർട്ടുകളാണ്. അനുഭവത്തിന്റെ റിപ്പോർട്ടുകളിൽ കേൾക്കപ്പെട്ട പെണ്ണുങ്ങളിൽ വെച്ചിട്ട് ചില പെണ്ണുങ്ങളിൽ ഏറ്റവും അധികം കിടന്നത് 4 കൊല്ലം വരെ ഗർഭം കിടന്ന റിപ്പോർട്ടാണ് കിട്ടിയതിൽ ഏറ്റവും കവിഞ്ഞ റിപ്പോർട്ട്. ഇതനുസരിച്ചാണ് ഇമാമുന ഷാഫിഈ, ഇമാം മാലിക് എന്ന 2 മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകളും 4 കൊല്ലം വരെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കിടക്കാം, അധിക കാലമായിട്ട് കിടക്കാം എന്ന് വിധി എഴുതിയത്. ഈ വിധി എഴുതിയതിലെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് വിധി പറയുന്നവരാണ് നമ്മൾ. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് വിധി പറഞ്ഞ 6 മാസം താഴെ ആയാൽ ഒരിക്കലും കുട്ടി ഈ ഗർഭക്കാരൻ്റേത് ആകാൻ വഴിയില്ല, അതായത് പെണ്ണിന്റെ ഭർത്താവിൻ്റെതാകാൻ വഴിയില്ല. കാരണം ഏറ്റവും ചുരുങ്ങിയ കാലയളവ് 6 മാസം ഗർഭത്തിലിരിക്കണം. 6 മാസത്തിൽ താഴെയായിട്ട് പ്രസവിക്കപ്പെട്ടാൽ ഗർഭം അതിന്റെ മുമ്പുണ്ടായിട്ടുണ്ട് എന്ന് തീരുമാനിക്കപ്പെടണം. അതാണ് അഖല്ലുൽ ഹംല്. നന്ന കവിഞ്ഞ് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കാനുള്ള ഏറ്റവും കവിഞ്ഞ പരിധി എത്രയാണ് എന്ന് ചോദിച്ചാൽ, കിട്ടിയ തെളിവുകളിൽ വെച്ച് ഏറ്റവും അറിയപ്പെട്ട മനുഷ്യവർഗത്തിൽ റിപ്പോർട്ടുകളിൽ കിട്ടിയത് ഇമാം ഷാഫി, ഇമാം മാലിക്കും ഹജ്ജിന് പോയിട്ടും ലോകമാസകലം സഞ്ചരിച്ചിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വിധി എഴുതാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് കാലത്തിന്റെ പരമാവധി കാലം 4 കൊല്ലമാകുന്നു എന്നത്. ഇത് മാറാം, പക്ഷേ 4 കൊല്ലമാകുന്നു എന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് കിട്ടിയ വിധിയാണ്. അതിന്റെ അപ്പുറം വന്നാൽ മാറാം. അതുവരെ ഇരുന്നാൽ ഓപ്പറേഷൻ ചെയ്യാതെ സാധാരണ പ്രസവിക്കുന്നത് പോലെ കുഞ്ഞങ്ങനെ കടന്നിട്ട് നമ്മളൊന്ന് കാത്തുവെക്കുക, ഏതെങ്കിലും കുഞ്ഞിനെ ഇപ്പൊ എത്ര കാലം വരെ നടക്കും അറിയാലോ. അങ്ങനെ നടക്കാം. അങ്ങനെ നടന്നാൽ ഇന്നത്തെ കാലത്തും അതൊക്കെ അറിയും. പക്ഷേ ഇന്നൊക്കെ എല്ലാ കാലത്തും കുറച്ച് നീണ്ടാൽ അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇത് നമുക്ക് പിടിക്കാൻ മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെയാ. ഇനി ഞാൻ നേരെ പറഞ്ഞ പോലെ ഇമാം സൗരി, അബു ഹനീഫ തുടങ്ങിയിട്ടുള്ളവരൊക്കെ പറയുന്നത് 2 കൊല്ലെന്നാണ്. അപ്പൊ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ നിന്ന് ഇമാം ഷാഫിഈ എന്നവരും ഇമാം മാലിക് എന്നവരും 4 കൊല്ലം എന്ന് പറയുന്നു. ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടും ഒന്നങ്ങനെ തന്നെയാണ്. ഒരു റിപ്പോർട്ട് 2 കൊല്ലം എന്നാണ് അവരുടെ റിപ്പോർട്ട്. അതേ റിപ്പോർട്ടാണ് ഇമാം അബു ഹനീഫയുടെയും റിപ്പോർട്ട്. അപ്പൊ നമ്മളെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും 2 കൊല്ലം വരെ ഗർഭത്തിലിരിക്കാം, അല്ല 4 കൊല്ലം വരെ ഗർഭത്തിലിരിക്കാം എന്ന് ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഇജ്മാ ആണ് എന്നർത്ഥം. 4 മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഇജ്മാ ആയ പൊതുവായ കാര്യമാണ് ഈ ഏറ്റവും കവിഞ്ഞ കാലം 4 കൊല്ലം വരെ ഇരിക്കാം. ഇത് മാത്രമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇത് ഉദ്ധരിച്ചതിന് ഭൗതിക ചിന്തകന്മാരോ ഭൗതിക ഡോക്ടർമാരോ ഇതിലൊന്നും പറയേണ്ടതില്ല. കാരണം ഡോക്ടർമാർ പ്രസവിക്കണമെന്ന് നോക്കിയിട്ട് അനുഭവം പറയണേ. മറ്റൊന്നും ചെയ്യാതെ അവരിയ്ക്കുകയാണെങ്കിൽ, അവരുടെ യന്ത്രങ്ങൾ കൊണ്ടൊന്നും കളിക്കാതെ, അനുമാനങ്ങൾക്കൊന്നും കാണിക്കാതെ ഒരു പെണ്ണിനെ അങ്ങനെ തന്നെ അവരുടെ ഗർഭമായിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ എത്ര വരെ പോകുമെന്ന് പരിശോധിച്ച് കാണണ്ടേ? എന്നാലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അക്കാര്യത്തിൽ ഡോക്ടർമാരെ ധാരാളം വേണമെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റും. ആധുനികമായി അങ്ങനെ നോക്കുന്ന ആളുകൾ ഉദ്ധരിക്കുന്നുമുണ്ട്. പല ഡോക്ടർമാരും പല കാലങ്ങൾ പറയുന്നതായിട്ടും അതിനൊരു കാലപരിധി നിശ്ചയിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നവരുമായും ഒക്കെ ഡോക്ടർമാരെ ഉദ്ധരിക്കപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലോ ബുദ്ധിപരമായോ ഞാനിപ്പറഞ്ഞതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിന്റെ ഒരു ആണിന്റെ ബീജവും പെണ്ണിന്റെ അണ്ടവും ചേർന്നിട്ട് രൂപം പൂണ്ടാതെ തന്നെ 4 കൊല്ലം കിടക്കുന്നല്ല. അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല. 4 കൊല്ലം വരെ ഒരാളുടെ ഗർഭം അയാളുടെ ഭാര്യയുടെ ഉദരത്തിൽ കടക്കാം. ഇത് മദ്ഹബിന്റെ 4 മദ്ഹബിന്റെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാലാവധിയിൽ ഇമാം ഷാഫിഈ, ഇമാം മാലിക് എന്നീ 2 പ്രഗത്ഭരായ മുജ്തഹിദുകളും പറഞ്ഞിട്ടുള്ള കാലാവധിയാണ്. മറ്റേ 2 പണ്ഡിതന്മാർ, അതായത് അഹ്മദ് ബിൻ ഹംബലിന്റെ ഒരു റിപ്പോർട്ടും ഇത് തന്നെയാണ്. മറ്റൊരു റിപ്പോർട്ടും ഇമാം അബൂ ഹനീഫ തങ്ങളുടെ റിപ്പോർട്ടും 2 കൊല്ലം വരെ ആവും എന്നാണ്. അപ്പൊ 2 കൊല്ലം വരെ എന്ന് പറഞ്ഞാലും ഇന്നത്തെ 10 മാസം പോകും. ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാർ കൃത്യത പറയുന്നില്ല. ചില 250 ദിവസം പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ സാധാരണ നടപ്പ്. 250 ദിവസം, 9 മാസവും ഏതാനും ദിവസവും നോക്കിയിട്ടാണ് മെൻസസ് നിന്ന് വെച്ചിട്ട് ഡോക്ടർമാർ കണക്കൂട്ടുക. ഇത്ര വരെ കണക്കും. ഓ വിട്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നത്.
അങ്ങനെ പറയാൻ വേണ്ടിയിട്ടായിട്ട് ദിവസം നമ്മൾ പറഞ്ഞിടത്ത കണക്കാ. ഒരു പെണ്ണിനും ഗർഭമുണ്ടായത് ഇത്രാം തീയതിയാണ് എന്ന് ഒരു ഡോക്ടറെ പരിശോധനയിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. ഒരു ഡോക്ടറും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പെണ്ണിനോട് ചോദിക്കും എന്താ മെൻസസ് നിന്നത്, മെൻസസ് നിന്ന് ചോദിച്ചിട്ട് ആ ദിവസം കണക്കൂട്ടുക. അതിന് മുമ്പോ പിമ്പോ ഏതാനും ദിവസം അപ്പുറം കൂട്ടിയിട്ട് ഒരു ദിവസം പറയും. എന്നിട്ട് ഇത്രാം തീയതി കൂടുതൽ പ്രസവിക്കുന്ന 250 ദിവസം എന്നുള്ളത് കണക്കൂട്ടി പറയും. 300 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, 330 ദിവസം കിടക്കുമെന്ന് പറയുന്നവരുണ്ട്. അധികപക്ഷവും 280 ദിവസമാണ് കിടക്കാറുള്ളത്. 300ഉം 330 ഒക്കെ കിടക്കാറുള്ളത് ഇന്നത്തെ നിലവാരമാണ്. കുറെ ദിവസം ഓപ്പറേഷൻ ചെയ്യാതെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ 300 ദിവസം കിടക്കുന്നവരുണ്ടാകും, 330 ദിവസം കിടക്കുന്ന 330 ഒരു കൊല്ലായല്ലോ. ഒരു 30 കൂടിയാൽ മതിയല്ലോ, ഒരു 360 ഒരു കൊല്ലായില്ലേ. അപ്പൊ 330 ദിവസമൊക്കെ കിടന്നാലും 360 ദിവസം കിടക്കുന്നതായ ഒരു കൊല്ലം കിടന്നു. സാധാരണ നമ്മുടെ വെപ്പ് 10 മാസം എന്നാണ്. അതനുസരിച്ചാണ് പ്രസവിക്കാറുള്ളത്. ആ സാധാരണയിൽ മാത്രം ഉറപ്പിക്കാൻ വയ്യ 4 കൊല്ലം വരെ ഒരു ഗർഭം ഉദരത്തിൽ കിടക്കാം എന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാമികളുടെ വിധിയെഴുത്തും മദ്ഹബിന്റെ അടിസ്ഥാനത്തിലുള്ള ഫിഖ്ഹുമാണ് ഞാൻ സംസാരിച്ചത്.